നമസ്കാരം. റഫാലിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കരുത് എന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീം കോടതി തള്ളി. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വാദം കേൾക്കും. റഫാൽ ഇടപാടിലെ സത്യം പുറത്തുവരാൻ കോടതി വിധി വഴിയൊരുക്കുമെന്ന് ഹർജി നൽകിയ അരുൺ ഷൂരി ന്യൂസ് 18നോട് പറഞ്ഞു. റഫാൽ ഇടപാടിനെ വിവാദത്തിലാക്കിയ പുതിയ രേഖകൾ പരിശോധിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം പൂർണ്ണമായും തള്ളിയാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഡിസംബർ 14 ശേഷം കരാറുമായി ബന്ധപ്പെട്ട് ദി ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകൾ മോഷ്ടിച്ചതെന്നായിരുന്നു സർക്കാർ നിലപാട്. ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെയും രാജ്യസുരക്ഷയുടെയും പരിധിയിൽ വരുന്നതിനാൽ ഇത് പരിഗണിക്കരുതെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് തള്ളിയത്. ഈ രേഖകൾ സഹിതം പുനഃപരിശോധനാ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. വാദത്തിന്റെ തീയതി പിന്നീട് നിശ്ചയിക്കും. പുതിയ രേഖകൾ ഇടപാടിലെ ക്രമക്കേടുകൾ തുറന്നു കാണിക്കുമെന്ന് ഹർജിക്കാരനായ അരുൺ ഷൂരി. It relates to defense, Official Secrets Act, stolen documents. I mean, these incomprehensible arguments. The court has rejected it and the 3 judges have done so unanimously. ഇടപാടിലെ മാനദണ്ഡങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന വിലപേശൽ സംഘത്തിന്റെ റിപ്പോർട്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന ഫയൽ കുറിപ്പ്, കരാറിന് ഫ്രാൻസിന്റെ സോവറിൻ ഗ്യാരണ്ടി ഇല്ലാത്തതും അഴിമതി വിരുദ്ധ വ്യവസ്ഥ ഒഴിവാക്കിയതും വ്യക്തമാക്കുന്ന രേഖകൾ എന്നിവയാണ് കോടതി പുതുതായി പരിശോധിക്കുക. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് KM ജോസഫും വ്യത്യസ്ത വിധിന്യായങ്ങൾ എഴുതിയെങ്കിലും ഒറ്റക്കെട്ടായിരുന്നു തീരുമാനം. ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് SK കൗൾ 2 വിധിന്യായങ്ങളോടും യോജിച്ചു. റഫാലിലെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇത്രയും നാൾ തടയിട്ടത് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് ഉയർത്തിക്കാട്ടിയാണ്. പുതിയ രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കാലത്തെ കോടതി തീരുമാനം സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുക. സുപ്രീം കോടതിയിൽ നിന്ന് ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. എന്നാൽ ഇതിനുശേഷമാണ് റഫാലിലെ ക്രമക്കേടുകൾക്കുള്ള തെളിവുകൾ എന്ന വാദത്തോടെ സുപ്രധാന രേഖകൾ ദി ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത്. ഈ രേഖകൾ കോടതി പരിശോധിക്കുന്നത് തടയാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. റഫാൽ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി മോദി സർക്കാരിന് ആശ്വാസവിധി നൽകിയത് 4 മാസം മുൻപായിരുന്നു. ആശ്വാസം അധികം നീണ്ടില്ല. റഫാൽ ഇടപാടിൽ വിലനിർണ്ണയത്തിലടക്കം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചു. ഇതിനു പിന്നാലെയാണ് പുനഃപരിശോധനാ ഹർജിയുമായി BJPയുടെ മുൻ മന്ത്രിമാരായ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി, നിയമജ്ഞനായ പ്രശാന്ത് ഭൂഷണും സുപ്രീം കോടതിയെ സമീപിച്ചത്. പാർലമെന്റിൽ വരാത്ത CAG റിപ്പോർട്ടിനെ കുറിച്ച് സുപ്രീം കോടതി വിധിയിൽ വന്ന പരാമർശം പിഴവാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച രേഖകളൊന്നും പരിഗണിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ച രേഖകളാണ് പത്രത്തിൽ വന്നതെന്നായിരുന്നു സർക്കാർ വാദം. ഈ വാദത്തെ ജഡ്ജിമാർ അന്നുതന്നെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ സത്യം തെളിയാൻ ഏതു രേഖയും പരിശോധിക്കാം എന്ന തീരുമാനം കോടതി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യഘട്ട വോട്ടർമാർ ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വന്ന ഈ വിധി BJPക്ക് കനത്ത ക്ഷീണമാണ്. മോദിക്ക് ഒളിക്കാൻ ഇനി ഔദ്യോഗിക രഹസ്യ നിയമമില്ലെന്ന് കോൺഗ്രസ് പരിഹസിച്ചു. പുതിയ വിധിയോടെ കോൺഗ്രസിന്റെ റഫാൽ ആയുധത്തിന് മൂർച്ച കൂടി. ഒപ്പം പുതിയ രേഖകളടക്കം പരിഗണിച്ചുകൊണ്ട് പരമോന്നത കോടതി ഒരിക്കൽ കൂടി റഫാൽ ഇടപാട് ഇഴകീറി പരിശോധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാണി സാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. KM മാണിയുടെ ഭൗതിക ശരീരവുമായുള്ള വിലാപയാത്ര അല്പസമയത്തിനകം വൈക്കത്ത് എത്തും. കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള വഴിക്ക് ഇരുവശവും കാത്തുനിന്ന് ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും തിരുനക്കര മൈതാനത്തും പൊതുദർശനമുണ്ടാകും. തുടർന്ന് ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിലും പാലാ ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് CN പ്രകാശ്, കേരള കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് G ശ്രീജിത്ത്, പാലായിലെ വസതിയിൽ നിന്ന് ശ്യാം ദേവരാജ് എന്നിവർ ചേരുന്നു. MS അനീഷ് കുമാറിലേക്ക് ആദ്യം. അനീഷ്, ഇപ്പോഴെവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര എത്തി നിൽക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നത് നാട്?
സനീഷ്, ഉദയംപേരൂർ പഞ്ചായത്തിലെ പൂത്തോട്ട എന്ന സ്ഥലത്താണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിരിക്കുന്നത്. ഈ വിലാപയാത്ര കടന്നു പോകുന്ന റോഡിനിരുവശവും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ച ഒരു വേഗതയിൽ ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നില്ല. നേരത്തെ നൽകിയ പദ്ധതി അനുസരിച്ച് 12 മണിയോടുകൂടി കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്ത് എത്താനാണ് പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ 1 മണിയായിട്ടും ഉദയംപേരൂർ പഞ്ചായത്ത് പിന്നിട്ട് എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് കടക്കാൻ ഇനിയും ആയിട്ടില്ല. പലയിടങ്ങളിലും പ്രവർത്തകരുടെയും ആരാധകരുടെയും അണികളുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി പലപ്പോഴും വാഹനം സാവധാനത്തിലെങ്കിലും പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തൃപ്പൂണിത്തുറയിലും നടക്കാവിലുമൊക്കെ വാഹനം നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഇപ്പോൾ പൂത്തോട്ടയിലും വാഹനം അല്പസമയം നിർത്തി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സമയം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കെ എം മാണിയുടെ സ്വാധീന മേഖലകളിലേക്കാണ് ഇനി വിലാപയാത്ര പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ വിലാപയാത്ര മുന്നോട്ട് പോകുന്നതിനുള്ള വേഗത തീരെ കുറയും. ഏതാണ്ട് 3, 3:30, 4 മണിയാവാതെ ഈ അവസ്ഥയിൽ കോട്ടയത്തെത്താനുള്ള സാധ്യതയില്ല. സനീഷ്, തിരുനക്കര മൈതാനത്ത് നിന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് CN പ്രകാശ് കൂടെ ചേരുന്നു. പ്രകാശ്, ഇപ്പോൾ തന്നെ അവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരല്പം കൂടെ വൈകിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര അങ്ങോട്ട് എത്തുകയുള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ നിരവധി പേരുണ്ടോ അവിടെ? തീർച്ചയായും സനീഷ്, തിരുനക്കര മൈതാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം തന്നെ കെ എം മാണിയുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള പ്രദേശവും സ്ഥലവുമാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെ രൂപീകരണ പ്രഖ്യാപനമടക്കം നടക്കുന്നത് തിരുനക്കര മൈതാനത്താണ്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ്, കെ എം മാണി നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പല രാഷ്ട്രീയ നീക്കങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപനവും അടക്കം നടന്നിട്ടുള്ള പ്രദേശം കൂടിയാണ് തിരുനക്കര മൈതാനം. ഇവിടെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഭൗതിക ശരീരം എത്തിച്ചേരും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്കുള്ള യാത്രാ മധ്യേ ഇടയ്ക്ക് ജനങ്ങൾ മൃതദേഹം കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും വേണ്ടി തിരക്ക് കാണിക്കുന്നതിന് മൃതദേഹം എത്തിച്ചേരാൻ ഇനിയും മണിക്കൂറുകൾ വൈകും. ഏതാണ്ട് 3 മണിക്ക് ശേഷം മാത്രമേ ഏതായാലും കോട്ടയത്തേക്ക് കെ എം മാണിയുടെ മൃതദേഹം എത്തിച്ചേരുകയുള്ളൂ. ഉച്ച മുതൽ തന്നെ തിരുനക്കര മൈതാനത്തേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും നേതാക്കളും പോലീസ് സംവിധാനവും എല്ലാം തന്നെ ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം, അരമണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം പാലയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. കളക്ട്രേറ്റ് വഴി പാലയിലേക്ക് മരങ്ങാട്ടുപള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം പാലാ നഗരസഭാ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം പാലായിലെ കെ എം മാണിയുടെ വസതിയിലേക്ക് മൃതദേഹം വൈകിട്ടോടെ എത്തിച്ചേരും. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയായിട്ടുള്ള തിരുനക്കര മൈതാനത്തേക്ക് ആദ്യമായി നിശ്ചലമായ ഭൗതിക ശരീരം കെ എം മാണിയുടെ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയത്തിൻ്റെ പൗരാവലി വലിയ തോതിലുള്ള അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. നിരവധി ആളുകളാണ് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക് ശ്രീജിത്ത് കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആസ്ഥാനത്താണ് ഞാനുള്ളത്. ഇവിടെ കെ എം മാണിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവസാന യാത്രയപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇവിടെ പ്രത്യേകം ഒരു മഞ്ചം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കെ എം മാണിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക. ആസ്ഥാനം എന്ന നിലയിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അരമണിക്കൂർ മാത്രമാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാകുക. ഇതിനകം തന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. കോട്ടയത്തെ ആദ്യത്തെ ഒരു പൊതുദർശനം, കോട്ടയം നഗരത്തിൽ ആദ്യത്തെ ഒരു പൊതുദർശനം ഇവിടെയാണ്. തൊട്ടടുത്ത് തിരുനക്കര മൈതാനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രം. അവിടെയാണ് കൂടുതൽ നേതാക്കന്മാരും മറ്റും എത്തുന്നത്. പക്ഷേ കെ എം മാണിക്ക് ഏതാണ്ട് 1977 മുതൽ വൈകാരികമായി ബന്ധമുള്ള ഈ വീട് വാങ്ങി പാർട്ടി ഓഫീസിനായി മാറ്റിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഇവിടെ രാവന്തിയോളം അദ്ദേഹം ചെലവഴിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ബന്ധമുള്ള ഒരു ഓഫീസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇവിടെ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഒരു പൊതുദർശനം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പാലായിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ശ്യാം ദേവരാജ് കൂടെ ചേരുന്നു. ശ്യാം, അവിടെ ആരൊക്കെയാണുള്ളത്? വല്ലാതെ വൈകുമല്ലോ അവിടെ ഈ സംസ്കാര കർമ്മങ്ങളിലേക്കൊക്കെ കടക്കാൻ. നിരവധി പേരുണ്ടോ ഇപ്പോഴും?
അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തോട് വ്യക്തിപരമായി പരിചയമുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും മറ്റുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ കുറവാണ്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരാനും ഇവിടെ എത്തിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ബാക്കി ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പന്തൽ ഉൾപ്പെടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം കെ.എം. മാണിയുടെ മൃതദേഹം വൈകിട്ട് 4 മണിയോടുകൂടി പാലാ ടൗൺ ഹാളിൽ മരങ്ങാട്ടുപള്ളിയിൽ നിന്നും പാലാ ടൗൺ ഹാളിൽ എത്തിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ സമയക്രമീകരണം അനുസരിച്ച് അത് ഏറെ വൈകും, രാത്രിയോടെടുക്കും. പാലാ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാകും വീട്ടിലേക്ക് എത്തിക്കുക, സ്വവസതിയിലേക്ക് എത്തിക്കുക. വസതിയിൽ വീട്ടിനുള്ളിലെ ഹാളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം നാളെ രാവിലെ ഈ സ്ഥലത്ത് പ്രത്യേകമായി പൊതുദർശനത്തിന് നാട്ടുകാർക്ക് ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കെല്ലാം ഇതിനുള്ള ക്രമീകരണം ഉണ്ടാകും. എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പാലാ സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക് പോകുക. അവിടെ ശവസംസ്കാര ശുശ്രൂഷകൾ, പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കും. അതിനുശേഷമാകും അതിൻ്റെ പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുക. നന്ദി ശ്യാം വിവരങ്ങൾക്ക്. ബാർ കോഴക്കേസിൽ കെ.എം. മാണിക്കെതിരെ പരാമർശം നടത്തിയത് ആരോപണ വിധേയൻ എന്ന നിലയിലാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. ഹൈക്കോടതി രജിസ്ട്രാർ ആയിരുന്ന കാലം മുതൽ മാണിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും കമാൽ പാഷ പറഞ്ഞു. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളാണ് ബാർ കോഴക്കേസിൽ കെ.എം. മാണിയുടെ രാജിയിലേക്കു നയിച്ചത്. മാണി മന്ത്രിയായി തുടരുന്നിടത്തോളം അന്വേഷണം ശരിയായി നടക്കുമോ എന്ന സംശയമുണ്ടെന്നും ജസ്റ്റിസ് കമാൽ പാഷ അന്നു പറഞ്ഞു. അന്നത് പറഞ്ഞത് ഒരു ആരോപണ വിധേയൻ എന്ന നിലയിലാണെന്ന് കമാൽ പാഷ. അത് ശ്രീ കെ.എം. മാണി എന്നല്ല, ആരായാലും ശരി, ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുള്ളൂ. ഒരു ആരോപണ വിധേയൻ, അല്ലാതെ അതിനപ്പുറത്തോട്ട് ഞാനൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനകത്ത് ശ്രീ കെ.എം. മാണിക്കെതിരെ എല്ലാ പരാമർശമൊന്നും ആ കേസിലെ പ്രതിക്കെതിരെയാണ്. ഹൈക്കോടതി രജിസ്ട്രാർ ആയിരുന്ന കാലം മുതലേ കെ.എം. മാണിയുമായി ഉണ്ടായിരുന്ന ബന്ധവും കമാൽ പാഷ ഓർത്തെടുത്തു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഹൈക്കോടതി രജിസ്ട്രാറായിട്ടിരിക്കുമ്പോൾ പല മീറ്റിങ്ങുകൾ അദ്ദേഹമായിട്ട് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം കേരള ജുഡീഷ്യറിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ മറ്റ് കോടതികളുടെ, അതുപോലെ ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോഴും എറണാകുളം ഡിസ്ട്രിക്ട് ജഡ്ജി ആയിരിക്കുമ്പോഴും ഞാനുമായിട്ടൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അവസാന നാളുകളിൽ മാണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യക്തിപരമായി വേദനിപ്പിച്ചിരുന്നുവെന്നും കമാൽ പാഷ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. രാജ്യം നാളെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക്. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. വോട്ടെടുപ്പിന് തൊട്ടുതലേന്ന് വന്ന റഫാൽ കേസിലെ വിധി. ആരോപണങ്ങൾ തിളച്ചുമറിയുമ്പോഴും തെരഞ്ഞെടുപ്പ് റാലികളുമായി മുന്നോട്ടു പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 മണ്ഡലങ്ങളാണ് നാളെ വിധി എഴുതുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. അസം ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് ജനവിധി. ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് ഉണ്ടാകും. ഒഡീഷയിൽ ആദ്യഘട്ട വോട്ടെടുപ്പും നാളെയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കം പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. നാഗ്പൂരിൽ ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് BJP വിട്ട് കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ VK സിംഗ്, സഹമന്ത്രി കിരൺ റിജിജു, സഞ്ജീവ് ബല്യാൺ, അജിത് സിംഗ്, മഹേഷ് ശർമ്മ തുടങ്ങിയവരും നാളെ ജനവിധി തേടുന്ന പ്രമുഖരാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഉത്തർപ്രദേശിലെ അമേഠിയിലും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന റോഡ് ഷോയോടെയാണ് രാഹുൽ പത്രിക സമർപ്പിക്കാനെത്തിയത്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും ഒപ്പമായിരുന്നു റോഡ് ഷോ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ എതിരാളി. അച്ഛനും അമ്മയും ഇളയച്ചനും പ്രതിനിധീകരിച്ചെന്ന അമേഠിയിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പയറ്റി തുടങ്ങിയതും പയറ്റിത്തെളിഞ്ഞതും. 2ാം സീറ്റായ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നത് അമേഠിയിലെ പരാജയഭീതി മൂലമാണെന്ന BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയ റോഡ് ഷോ. പ്രിയങ്ക ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും അവരുടെ മക്കൾക്കും ഒപ്പമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ റോഡ് ഷോ. പ്രിയങ്കയ്ക്കും റോബർട്ട് വാദ്രയ്ക്കും പുറമെ സോണിയാഗാന്ധിയും പത്രികാ സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു.
കഴിഞ്ഞ തവണ രാഹുലിനോട് 1 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റ സ്മൃതി ഇറാനിയാണ് എതിരാളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ലും BJP-യാണ് ജയിച്ചത്. മെയ് 6-ന് 5ാം ഘട്ടത്തിലാണ് അമേഠിയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച് BJP അധ്യക്ഷൻ അമിത്ഷാ. വയനാട്ടിലെ കോൺഗ്രസ് റാലി പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നുമെന്ന് അമിത്ഷാ പറഞ്ഞു. പരാമർശം അപകടകരമാണെന്ന് KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത്. വയനാട്ടിൽ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. സഖ്യകക്ഷി ബന്ധം കാരണം അങ്ങനെയൊരു സീറ്റിലാണ് രാഹുൽ മത്സരിക്കാൻ പോയത്. राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है. മുസ്ലിം ലീഗിന്റെ പച്ചനിറമുള്ള പാർട്ടി പതാകയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു അമിത്ഷായുടെ പാകിസ്ഥാൻ പരാമർശം. അത്യന്തം ആപൽക്കരമായ പ്രസ്താവന അമിത്ഷാ പിൻവലിക്കണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. അമിത്ഷായുടെ പ്രസ്താവന അത്യന്തം ആപൽക്കരമാണ്. സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ സംഘപരിവാർ ശക്തിയുടെ ശ്രമത്തിന്റെ ഭാഗമായി അതിന്റെ പ്രതിഫലമായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻ നിലപാട് മാറ്റി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളോട് എതിർപ്പില്ല എന്ന് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ബോണ്ടുകളിലെ രഹസ്യാത്മകതയെയാണ് എതിർക്കുന്നത്. സുതാര്യത ഉറപ്പാക്കാൻ ബോണ്ടിലൂടെ സംഭാവന നൽകുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയാൽ മതിയെന്ന് കമ്മീഷൻ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർത്തായിരുന്നു കമ്മീഷൻ സുപ്രീം കോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നത്. PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി NDAയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും PC ജോർജും ഇന്ന് വൈകിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇതോടെ നിയമസഭയിൽ NDAക്ക് 2 അംഗങ്ങളാകും. ദീർഘകാലത്തെ കൂടിയാലോചനകൾക്കൊടുവിലാണ് PC ജോർജ് NDA പാളയത്തിലെത്തുന്നത്. സഹകരണം മാത്രമാണോ NDA ഘടകകക്ഷിയായിട്ടാണോ വരവെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. PS ശ്രീധരൻപിള്ളയുടെയും PC ജോർജിന്റെയും സാന്നിധ്യത്തിൽ BJP ദേശീയ സെക്രട്ടറി Y സത്യകുമാർ പത്തനംതിട്ടയിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ മാറ്റി നിർത്തുന്നത് ശരിയല്ല, അവരോട് സഹകരിച്ചു പോകണമെന്നാണ് കേരള ജനപക്ഷം കേരള ജനപക്ഷം സെക്കുലർ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം. അത് NDAയുടെ ഭാഗമാകുകയാണ്. ഇന്ന് 4 മണിക്ക് പത്തനംതിട്ട വെച്ച് ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിക്കാം. 1980-ലും 82-ലും പൂഞ്ഞാറിൽ നിന്നും ജയിച്ച PC ജോർജ് 87-ൽ പരാജയപ്പെട്ടു. 96 മുതൽ 5 തവണ തുടർച്ചയായി സഭയിലെത്തി. 2016-ൽ പൂഞ്ഞാറിൽ നിന്നും 3 മുന്നണികളെയും ഒരുപോലെ നേരിട്ട് സഭയിലെത്തിയ PC ജോർജ് അന്നു മുതൽ ഇടതു വലതു മുന്നണികളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു. ജോർജിന്റെ തന്നെ ചാഞ്ചാട്ട നിലപാടുകളും മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടായേക്കാവുന്ന തലവേദനകളും KM മാണിയുടെ ശക്തമായ എതിർപ്പും കണക്കിലെടുത്താണ് ജോർജിന്റെ അഭ്യർത്ഥന UDF തള്ളിയത്. ശബരിമല വിഷയത്തിൽ BJP നിലപാടിനൊപ്പം നിന്ന ജോർജ് നിയമസഭയിൽ കറുപ്പണിഞ്ഞ് O രാജഗോപാലിനൊപ്പം എത്തിയിരുന്നു. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് പരസ്യ പിന്തുണയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. വടകര LDF സ്ഥാനാർത്ഥി ജയരാജനെതിരായ കൊലയാളി പരാമർശത്തിൽ RMP നേതാവ് KK രമ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ഹാജരായി. അടുത്ത ബുധനാഴ്ച നോഡൽ ഓഫീസർ EP മേഴ്സിക്ക് വിശദമായ മറുപടി നൽകുമെന്ന് KK രമ പറഞ്ഞു. കൊലപാതക കേസ് പ്രതിയെ മറ്റെന്ത് പേരിട്ട് വിളിക്കുമെന്നായിരുന്നു KK രമയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടക്കമായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതു അവലോകനം യോഗത്തിൽ നടക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി സ്വീകരിക്കേണ്ട പ്രചാരണ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സർവേ ഫലങ്ങളും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്തു. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആലഞ്ചേരിക്കെതിരെ കേസെടുക്കാൻ എറണാകുളം CJM കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഭൂമി ഇടപാടിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സഭാ സുതാര്യ സമിതി പ്രവർത്തകൻ പാപ്പച്ചൻ നൽകിയ ഹർജിയിലായിരുന്നു ഉത്തരവ്. എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണം എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനം. അഡ്വക്കേറ്റ് ജനറലുമായി ആലോചിച്ച ശേഷം അപ്പീൽ നൽകാൻ KSRTC MD MP ദിനേശിനെ ചുമതലപ്പെടുത്തി. മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 1565 എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ട് പകരം PSC വഴി നിയമനം നടത്തണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ നിലവിൽ ഡ്രൈവർമാരുടെ ഒഴിവ് KSRTCയിൽ ഇല്ലെന്നും എംപാനലുകാരെ ഉപയോഗിക്കുന്നത് സ്ഥിരം ജീവനക്കാരുടെ അവധി ഒഴിവിലാണെന്നുമാണ് സർക്കാർ വാദം.
ഇവരെ പിരിച്ചുവിട്ടാൽ ദിവസവും 600ഓളം ഷെഡ്യൂളുകൾ മുടങ്ങും. KSRTCയാണ് അപ്പീൽ നൽകുക. അഡ്വക്കേറ്റ് ജനറലിനോട് ആലോചിച്ച ശേഷം സർക്കാർ അപ്പീൽ നൽകണമോ എന്ന കാര്യം തീരുമാനിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ സർവീസുകളെ കാര്യമായി ബാധിക്കാനിടയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തിയത്. ഏതാണ്ട് 600ഓളം സർവീസുകൾ അപ്രകാരമായാൽ മുടങ്ങിപ്പോകാനാണ് സാധ്യത. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന നിഗമനത്തിലാണ് നമ്മൾ ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള തീരുമാനം. അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്ത് അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഷെഡ്യൂളുകൾ മുടങ്ങിയാൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും KSRTCക്കുണ്ടാകുന്ന നഷ്ടവും സുപ്രീം കോടതി അറിയിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബി ബോണ്ട് വഴി സംസ്ഥാനത്ത് പണമെത്തിക്കാനുള്ള കേരളത്തിന്റെ നീക്കങ്ങൾക്ക് കുറഞ്ഞ വായ്പാ പരിധി തടസ്സമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വായ്പാ പരിധി ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് ഇതുവരെ കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലാത്തത് പുതിയ നീക്കങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് ആശങ്ക. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി. ഇത് 4.5% ഉയർത്തണമെന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. ഈ ആവശ്യം അംഗീകരിച്ചാൽ മാത്രമേ മസാല ബോണ്ട് വഴി കൂടുതൽ വിഭവ സമാഹരണം നടത്താനുള്ള കേരളത്തിന്റെ ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ 3% എന്നുള്ളത് 4.5% വരെ ഉയർത്തി തരണം എന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തീരുമാനം വരുന്നതിനനുസരിച്ചിരിക്കും പരിധി ഉയർത്തുമോ ഇല്ലയോ എന്നുള്ളത്. പരിധി ഉയർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പരിധി ഒരു വിലങ്ങുതടിയായി തന്നെ നിൽക്കും. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത് കുറഞ്ഞ വായ്പാ പരിധിയായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും അനുകൂല നിലപാടുണ്ടായാലേ ഈ പ്രതിസന്ധി മറികടക്കാനാവൂ. മസാല ബോണ്ട് വഴി സംസ്ഥാനത്തെത്തുന്ന പണത്തിന് ഉയർന്ന പലിശ നൽകേണ്ടി വരുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പക്ഷേ ദീർഘകാല വായ്പകൾക്ക് ഉയർന്ന പലിശ നൽകേണ്ടി വരുന്നത് സ്വാഭാവികമാണെന്നാണ് വിലയിരുത്തൽ. ഏതായാലും സുതാര്യമാകേണ്ടതായിരുന്നു. കാരണം ഇത് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിനുവേണ്ടി സുതാര്യമായിട്ട് തന്നെ പണം കളക്ട് ചെയ്യേണ്ടതായിരുന്നു. ലണ്ടൻ, സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കടപ്പത്ര വിൽപ്പനയിലൂടെ കൂടുതൽ നിക്ഷേപം കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന വികസനത്തിന് ആവശ്യമായ ഫലപ്രദമായ പദ്ധതികളിൽ പണം വിനിയോഗിക്കുകയാണ് അടുത്ത ഘട്ടം. ടൂറിസം പോലെ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കിണങ്ങുന്ന മേഖലകളിൽ പണം വിനിയോഗിക്കണമെന്നാണ് സാമ്പത്തിക മേഖലയിൽ ഉള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യത. തെക്കൻ ജില്ലകളിൽ വേനൽ മഴ കൂടുതലായി ലഭിച്ചേക്കും. ശക്തി കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ 9 ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് ഉണ്ട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മേടമാസ വിഷുപൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് മേൽശാന്തി BN വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇതോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്താൻ ലാലുവിന് കഴിയില്ല. മീറ്റു വെളിപ്പെടുത്തലിൽ മാധ്യമപ്രവർത്തക പ്രിയ രമണിക്കെതിരെ ഡൽഹി പട്യാല ഹൗസ് കോടതി മാനനഷ്ട കുറ്റം ചുമത്തി. മുൻ കേന്ദ്രമന്ത്രി MJ അക്ബർ നൽകിയ മാനനഷ്ട കേസിലാണ് കുറ്റം ചുമത്തിയത്. 2007-ൽ അക്ബർ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു മാധ്യമപ്രവർത്തകയുടെ പരാതി. BJPയെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. BJPക്ക് തുടർന്നും അധികാരം ലഭിച്ചാൽ സമാധാന ശ്രമങ്ങൾ വേഗത്തിലാകുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ വന്നാൽ കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ മടി കാണിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 5ാം തവണയും അധികാരത്തിലേക്ക്. മുൻ സൈനിക മേധാവിയും ബ്ലൂ ആൻഡ് വൈറ്റ് സഖ്യ നേതാവുമായ ബെന്നി ഗ്ലാൻസ് ഉയർത്തിയ ശക്തമായ വെല്ലുവിളി മറികടന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അധികാരമുറപ്പിച്ചത്. 2009-ൽ അധികാരത്തിലേറിയ നെതന്യാഹുവിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ വിജയം നേർത്തതായി. 120 സീറ്റുകളുള്ള ഇസ്രയേൽ പാർലമെന്റിൽ സഖ്യകക്ഷികളുടെ സഹകരണത്തോടെ നെതന്യാഹുവിന് 65 അംഗങ്ങളുടെ പിന്തുണ നേടാനായി. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതോടെ ഏറ്റവും കൂടുതൽ കാലം ഇസ്രയേൽ ഭരിച്ച നേതാവ് എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തമാകും. ന്യൂസ് 18 നേതാ ആപ്പ് സർവേ.
ന്യൂസ് 18 നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം റഫാലിലെ സുപ്രീം കോടതി വിധി മോദി സർക്കാരിന് തിരിച്ചടിയായോ എന്നതാണ്. റഫാലിലെ സുപ്രീം കോടതി വിധി മോദി സർക്കാരിന് തിരിച്ചടിയോ? ഇതാണ് ചോദ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.